നമസ്കാരം. ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ നോക്കാം. സംസ്ഥാനത്ത് വീട്ടിലെ വോട്ടിൽ മറിമായം. ഇതുവരെ 3 പരാതികൾ. കൂടുതൽ പരാതി UDF-നെതിരെ. കോഴിക്കോട് ഓപ്പൺ വോട്ട് മാറിച്ചെയ്തെന്ന് പരാതി. കണ്ണൂരിലെ കള്ളവോട്ടിൽ പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. ആറ്റിങ്ങലിൽ UDF സ്ഥാനാർത്ഥിക്കായി വോട്ടിന് പണം നൽകിയെന്ന ആരോപണം. വ്യവസായി ബിജു രമേശിനെ തടഞ്ഞ് CPIM നേതാക്കൾ. പണം നൽകിയില്ലെന്ന് ബിജു രമേശ്. ആലപ്പുഴ ചെന്നിത്തലയിൽ വീട് കയറിയ ആക്രമണം. 5 പേരെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. വെട്ടേറ്റത് മൂശാരിപ്പറമ്പിൽ റാഷുദ്ദീനും കുടുംബത്തിനും. പ്രതി രഞ്ജിത്ത് രാജേന്ദ്രൻ കസ്റ്റഡിയിൽ. അക്രമത്തിന് പിന്നിൽ വിവാഹാലോചന നിരസിച്ചതിനുള്ള പക. വർണ്ണവിസ്മയങ്ങളില്ലാതെ തൃശൂർ പൂരം വെടിക്കെട്ട്. പകൽ വെളിച്ചത്തിൽ വെടിക്കെട്ട് പൂർത്തിയാക്കി പാറമേക്കാവും തിരുവമ്പാടിയും. വെടിക്കെട്ട് 4 മണിക്കൂർ വൈകിയത് കമ്മീഷണറും ദേശക്കാരും തമ്മിലുള്ള തർക്കത്തെ തുടർന്ന്. ദേശക്കാരുടെ പകൽപൂരത്തിന് തുടക്കം. സാമുദായിക കർഷക സംഘടനകൾക്കെതിരെ വനം മന്ത്രി. സംഘടനകളും ചില രാഷ്ട്രീയ പാർട്ടികൾക്കും സർക്കാർ വിരുദ്ധ മനോഭാവം. ബഫർ സോൺ വിഷയത്തിൽ ഉൾപ്പെടെയുള്ള ഇവരുടെ നീക്കം ബോധപൂർവം. AK ശശീന്ദ്രന്റെ പ്രതികരണം കേരള വിഷന്റെ വോട്ടങ്കത്തിൽ. IPL-ൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. മത്സരം രാത്രി 7:30 ഡൽഹിയിൽ. ജയം ലക്ഷ്യമിട്ട് ഇരു ടീമുകളും.